ഓം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ആത്മഭാവങ്ങളെ, പുരാണ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്നത്തെ കഥ നാരായണാവതാരം. പ്രിയരെ, പണ്ട് ദേവന്മാരെല്ലാവരും മുനിമാരോടൊപ്പം ചേർന്ന് ഗന്ധമാദന പർവ്വതത്തിൽ പോയി ബ്രഹ്മദേവനെ കണ്ടു. അവരുടെ സ്തുതിവചനങ്ങൾ കേട്ട് സന്തുഷ്ടനായ ബ്രഹ്മദേവൻ ആകാശത്തേക്ക് നോക്കി. അപ്പോൾ ലോകമെങ്ങും പ്രഭ ചൊരിഞ്ഞുകൊണ്ട് ഒരു വിമാനം ആകാശത്ത് നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. ധ്യാനം കൊണ്ട് ആ ശക്തി ആരെന്ന് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ തൊഴുതു സ്തുതിച്ചു. അത് കണ്ടുനിന്ന ദേവർഷി സമൂഹവും ബ്രഹ്മദേവനെ അനുകരിച്ചു. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, വിശ്വമൂർത്തിയും വിശ്വകർമാവുമായ അല്ലയോ ഈശ്വര, അവിടുന്നാണ് അഭയം. നാരായണ, സർവഭൂതങ്ങളിലും അടങ്ങിയ പത്മനാഭ, അവിടുന്ന് ജയിച്ചാലും. അങ്ങയുടെ കാലടികളാണ് ഭൂമി, കൈകളാണ് ദിക്ക്, ശിരസാണ് ആകാശം. ഭഗവാന്റെ മൂർത്തിയാണ് ഞാൻ. ദേവകൾ അങ്ങയുടെ ശരീരമാണ്, കണ്ണുകൾ സൂര്യചന്ദ്രന്മാരും ഭഗവാന്റെ ബലം തപസ്സും ശക്തിയുമാണ്. അങ്ങയുടെ തേജസ് തീയും ശ്വാസം വായുവും വിയർപ്പ് വെള്ളവുമാകുന്നു. അങ്ങയുടെ സംസ്കാര നിഷ്ഠയാണ് ദേവകൾ. ഭഗവാന്റെ നാവു തന്നെയാണ് സരസ്വതി. ദേവ, അവിടുത്തെ തേജസ്സിനും പരാക്രമത്തിനും അളവില്ല. യോഗീശ്വര, അങ്ങയുടെ നന്മയും ബലവും വേറൊരാളിലും ഇല്ല. ദേവൻ തുടർന്നു, അങ്ങയുടെ നിയോഗത്താൽ ഞാൻ ഗന്ധർവന്മാരെയും യക്ഷരാക്ഷസ ഗന്ധർവ കിന്നരന്മാരെയും മാനുഷ പിശാചുക്കളെയും സസ്യജീവ ചരാചരങ്ങളെയും എന്തിന് പ്രപഞ്ചത്തെ തന്നെയും സൃഷ്ടിച്ചു. അങ്ങയുടെ കരുണാകടാക്ഷത്താൽ ലോകം നിത്യസത്യമായി നിലകൊള്ളുന്നു. അതിനാൽ അങ്ങ് എന്റെ ആഗ്രഹവും അപേക്ഷയും അനുസരിച്ച് യാദവ വംശത്തിൽ വന്നു പിറന്നാലും ദൈത്യരെ നശിപ്പിച്ച് ലോകത്തെ രക്ഷിക്കുക എന്ന കഠിന ജോലി ചെയ്തു തീർത്താലും, അങ്ങ് സ്വന്തം ആത്മാവിനെ സൃഷ്ടിച്ചാലും, അതിലൂടെ സ്വപുത്രനായി പ്രദ്യുമ്നനെയും പൗത്രനായ അനിരുദ്ധനെയും ജനിപ്പിച്ചാലും. ബ്രഹ്മദേവന്റെ വാക്കുകൾ കേട്ട ലോകശക്തിയായ ഈശ്വരൻ അറിയിച്ചു, ഹേ പ്രപഞ്ചതാത, അങ്ങയുടെ ഇഷ്ടം ഞാൻ അറിയുന്നു. അപ്രകാരം സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുവരെയും എല്ലാം സശ്രദ്ധം കേട്ടുകൊണ്ടു നിന്ന ഗന്ധർവന്മാരും മഹർഷിമാരും കൗതുകത്തോടെ അന്വേഷിച്ചു, ഭഗവാനെ, അങ്ങ് ആരെയാണ് സ്തുതിച്ചത്? ആരാണ് അങ്ങയോട് മനോജ്ഞമായി സംസാരിച്ചത്? അതിനെക്കുറിച്ച് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദേവന്മാർ ഇങ്ങനെ ചോദിച്ചപ്പോൾ പിതാമഹനായ ബ്രഹ്മദേവൻ പറഞ്ഞു, അല്ലയോ ദേവന്മാരെ, ആരിലാണ് ഭൂതഭാവി വർത്തമാനങ്ങൾ അടങ്ങിയിരിക്കുന്നത് ആ ദേവനോടാണ് ഞാൻ സംസാരിച്ചത്. ഭൂമിയിൽ ദുഷ്ടദാനവർ വർദ്ധിച്ചിരിക്കുന്നു. അവരെ ചെറുക്കാൻ ആരാലും പറ്റുന്നതല്ല. ആ ദുഷ്ടരെ നിഗ്രഹിക്കാൻ ഒരു ശക്തി കൂടിയേ മതിയാവൂ. ആ ശക്തിയെ ലോകശ്രേഷ്ഠതയ്ക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹം ഭൂമിയിൽ നരന്റെ സ്നേഹിതനായി വന്നു പിറക്കും. ഇത് കേട്ട് ദേവന്മാർ സന്തോഷചിത്തരായി മാറി. ബ്രഹ്മദേവന്റെ ആവശ്യപ്രകാരം ഇങ്ങനെ പ്രപഞ്ചശക്തി നാരായണൻ അഥവാ ശ്രീകൃഷ്ണനായി ഭൂമിയിൽ അവതാരമെടുത്തുവെന്ന് മഹാഭാരതം പറയുന്നു. സ്നേഹപൂർവ്വം എഞ്ചൻ കയനാടത്ത്.